ഇത് സൂചി, നൂല് തുടങ്ങിയ എല്ലാത്തരം തയ്യൽ സാധനങ്ങളും വിൽക്കുന്ന കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന റെഡിമെയ്ഡ് നൈറ്റി നെക്കാണ്. കൂടാതെ ചില ഫാൻസി സ്റ്റോറുകളിലും ഇത് കിട്ടും. അധികം തയ്ച്ച് പരിചയമില്ലാത്തവർക്ക് നൈറ്റി നെക്കൊക്കെ തയ്ക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു നെക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്നത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഒരു നൈറ്റി തയ്ച്ചെടുക്കാൻ പറ്റും. ഫ്രണ്ട് ഓപ്പൺ വേണ്ടവർക്ക് ഈ എംബ്രോയ്ഡറി ഇല്ലാത്ത ഭാഗം കട്ട് ചെയ്തിട്ട് ഓപ്പൺ വെച്ച് കൊടുക്കാം. ഫ്രണ്ട് ഓപ്പൺ വേണ്ടെന്നുണ്ടെങ്കിൽ അല്ലാതെയും നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നൈറ്റിയുടെ നെക്കൊക്കെ തയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ റെഡിമെയ്ഡ് നെക്ക് ഉപയോഗിച്ചിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ വൃത്തിയായിട്ടൊരു നെക്ക് ചെയ്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണിത്. അളവനുസരിച്ച് കട്ട് ചെയ്തെടുത്ത നൈറ്റിയുടെ പീസ് നല്ല വശം കാണുന്ന രീതിയിലാണ് ഞാൻ ടേബിളിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നൈറ്റിയുടെ ചീത്ത വശം മുകളിലാക്കിയിട്ട് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന പീസിന് നല്ല മാച്ചാവുന്ന നൈറ്റി നെക്കാണെങ്കിൽ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ നൈറ്റി നെക്കിൻ്റെ നല്ല വശമാണ് ഞാൻ കാണിച്ചത്. ഇനി അതും ഒന്ന് നമുക്ക് തിരിച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററും ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നൈറ്റിയുടെ നല്ല വശം ഞാനിപ്പോൾ കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്നത് ചീത്ത വശമാണ്. ഈ ചീത്ത ഭാഗത്തേക്ക് ഈ നെക്കിൻ്റെ നല്ല ഭാഗം കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നൈറ്റിയുടെ ചീത്ത ഭാഗവും നെക്കിൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് ആയിട്ടാണ് വയ്ക്കേണ്ടത്. നൈറ്റിയുടെ സെൻറ്റർ മാർക്ക് ചെയ്തതും നെക്കിൽ സെൻറ്റർ മാർക്ക് ചെയ്തതും കറക്റ്റാക്കി തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ തയ്ക്കുമ്പോൾ നീങ്ങിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് പിൻ ചെയ്ത് കൊടുക്കണം. ഈ പിൻ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ഒട്ടും മടി കാണിക്കരുത്. കാരണം തയ്ക്കുമ്പോൾ എങ്ങനെയായാലും നെക്ക് നീങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അത്ര നീറ്റായി കിട്ടത്തില്ല. കറക്റ്റായിട്ട് പിന്ന് കുത്തി വെച്ചതിന് ശേഷം ആ ഡിസൈൻ്റെ അരിക് ചേർന്നിട്ട് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കണം. ഈ എംബ്രോയ്ഡറി ഇല്ലാത്ത ഭാഗത്ത് അത് ആ കർവിൽ തന്നെ നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി. ഇതൊരു സാധാ യൂനെക്ക് ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ നീറ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് തയ്ക്കുന്നവർ ഇതുപോലെ സിമ്പിളായിട്ടുള്ള നെക്ക് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ നൂല് ഉപയോഗിച്ചാണ് ഞാൻ തയ്ച്ചത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നേരത്തെ കുത്തിക്കൊടുത്ത മുട്ടുപിന്നെല്ലാം ഊരി മാറ്റിയതിന് ശേഷം തയ്ച്ചതിൻ്റെ ഉള്ളിലായിട്ട് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് ഏത് നെക്കും തയ്ക്കുമ്പോൾ കട്ടിട്ട് കൊടുക്കുന്ന പോലെ ആ സ്റ്റിച്ച് കട്ടായി പോകാതെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇനി ഈ നെക്ക് ഇതുപോലെ നൈറ്റിയുടെ നല്ല വശത്തേക്ക് മടക്കി കൊടുക്കണം. പിന്നീട് ഈ നൈറ്റി പീസ് നമുക്ക് നല്ല വശം മുകളിലേക്കാക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നൈറ്റിയുടെ നല്ല വശത്തേക്ക് നെക്കിൻ്റെ നല്ല വശം വന്നിട്ടുണ്ട്. കൈകൊണ്ട് നല്ല നീറ്റായി ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അരികിൽ കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചു കൊടുക്കണം. ഇനി നെക്കിൻ്റെ ഉള്ളിലത്തെ അരിക് മടക്കിയിട്ട് നൈറ്റി പീസിലേക്ക് ചേർത്തടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതായത് എംബ്രോയ്ഡറി കഴിഞ്ഞിട്ട് ബാക്കി നിൽക്കുന്ന കറുത്ത തുണിയുടെ ഭാഗം മടക്കിയിട്ട് നൈറ്റി നെക്കിലേക്ക് ചേർത്ത് കൊടുക്കണം. തയ്ക്കുന്നതിന് മുമ്പ് പിൻ ചെയ്ത് കൊടുക്കണം. ഈ നൈറ്റി നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഒരു സൈഡിലേക്കൊക്കെ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്.
പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം അരിക് ഇതുപോലെ മടക്കിയിട്ട് നൈറ്റി പീസിലേക്ക് നമുക്കിത് ചേർത്തടിച്ചു കൊടുക്കാം. ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ലേസോ എന്തെങ്കിലും വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ചേർത്തടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മാച്ചായിട്ടുള്ള ലേസ് എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേസ് അല്പം നെക്കിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് ഒന്നിച്ച് ചേർത്തടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ലേസും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ നെക്കിൻ്റെ താഴ്ഭാഗം ഞാൻ നൈറ്റി പീസിനോട് ചേർത്തടിച്ചു കൊടുത്തിട്ടുണ്ട്. നെക്കൊക്കെ തയ്ക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഈസിയാവുന്ന രീതിയിൽ തുണി വലിച്ചു പിടിക്കാൻ ശ്രമിക്കരുത്. ഫ്രണ്ട് ഓപ്പൺ നൈറ്റി വേണ്ടാന്നുണ്ടെങ്കിൽ ഈ എംബ്രോയ്ഡറി ഇല്ലാത്ത ഭാഗം ഒരു ഷോ ബട്ടണെല്ലാം വെച്ച് കൊടുത്തിട്ട് നമുക്കവിടെ ഭംഗിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ആണെന്ന് തോന്നുന്ന രീതിയിൽ നമുക്കൊരു വർക്ക് ചെയ്ത് അവിടെ നല്ല വൃത്തിയാക്കി എടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് നീളത്തിലും ഒരു 2 ഇഞ്ച് വീതിയിലുമുള്ള തുണി മുറിച്ചെടുക്കണം. ഒരറ്റം 1/2 ഇഞ്ചൊന്ന് മടക്കി കൊടുത്തിട്ട് നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഒരു കുഴൽ പോലെ അടിച്ചെടുക്കണം. തയ്ച്ചതിന് ശേഷം നല്ല വശം പുറത്താക്കി എടുത്താൽ ഇതുപോലെ ഒരു പട്ട കിട്ടും. അത് നമുക്ക് ഈ നൈറ്റിയുടെ സെൻറ്റർ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് തുന്നി കൊടുക്കാം. പട്ടയുടെ താഴ്ഭാഗം ഇതുപോലെ കോണായിട്ട് മടക്കിയിട്ടാണ് തയ്ക്കേണ്ടത്. അത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുന്ന നൈറ്റിയിലൊക്കെ തയ്ച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഷോ ബട്ടൺ കൂടി തുന്നി ചേർത്ത് കൊടുത്താൽ നല്ല രസമായി കിട്ടും. ഫ്രണ്ട് കട്ട് ചെയ്യാതെ തന്നെ ഒരു ഫ്രണ്ട് ഓപ്പൺ നൈറ്റിയുടെ ലുക്ക് കിട്ടുകയും ചെയ്യും. നെക്ക് തയ്ക്കുമ്പോൾ തുണി വലിച്ചു പിടിക്കാതെ കർവ് വരുന്ന ഭാഗങ്ങളിലെല്ലാം പതുക്കെ തുണി തിരിച്ചു കൊടുത്ത് തന്നെ തയ്ക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ ഈ വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും സ്റ്റിച്ച് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും എല്ലാം ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. താങ്ക്